സാധാരണയായി ചെറുപ്പം മുതലേ പീരീഡ് പെയിൻ അനുഭവിക്കുന്നവരിൽ കല്യാണം കഴിഞ്ഞ് ഒരു കുഞ്ഞുണ്ടാവുന്നതോടുകൂടി തന്നെ, അതായത് പ്രസവം കഴിയുന്നതോടുകൂടി തന്നെ ആർത്തവ വേദന മാറുകയാണ് പതിവ്. അപൂർവം ചിലരിൽ മാത്രം ഈ കണ്ടീഷൻ നേരെ തിരിച്ചായും കണ്ടുവരാറുണ്ട്. അതായത് കല്യാണത്തിന് മുന്നേ പീരീഡ് ആവുന്നത് അറിയുക പോലും ചെയ്യാതിരുന്നവർ കല്യാണം കഴിഞ്ഞ് സിസേറിയൻ സെക്ഷനിലൂടെ ഒരു കുഞ്ഞായതിനു ശേഷം സിവിയറായിട്ടുള്ള വേദനയും ക്രമം തെറ്റിയുള്ള ആർത്തവ തകരാറുകളുമായി വരാറുണ്ട്. അപൂർവമാണെങ്കിലും ചിലരിലെങ്കിലും കണ്ടുവരുന്ന ഒരു അവസ്ഥയാണ് സി സെക്ഷൻ സ്കാർ ഡിഫക്റ്റ് എന്ന് പറയുന്നത്. അതായത് സിസേറിയൻ സെക്ഷൻ ചെയ്ത സ്കാർ മാർക്കിൽ ഒരു ചെറിയ വിടവ് പോലെ വന്ന് അവിടെ രക്തമോ അതുപോലെ തന്നെ മ്യൂക്കസോ കളക്ട് ചെയ്ത് സിവിയർ ആയിട്ടുള്ളൊരു പെയിനോ ആർത്തവം കഴിഞ്ഞതിന് ശേഷവും ബ്ലീഡിങ് നീണ്ടു നിൽക്കാനും അതുപോലെ തന്നെ ക്രമം തെറ്റിയുള്ള ഒരു ആർത്തവത്തിനുമെല്ലാം കാരണമാകാറുണ്ട്. ഒരു 2 മില്ലിമീറ്റർ വരെയൊക്കെയുള്ള സ്കാർ ഡിഫക്റ്റാണ് യൂഷ്വലി കണ്ടുവരാറുള്ളത്. ഇത്തരത്തിലുള്ള സ്കാർ ഡിഫക്ട്സ് ഒരു ട്രാൻസ്വജൈനൽ സ്കാനിങ്ങിലൂടെ കണ്ടുപിടിക്കാവുന്നതാണ്. വളരെ ചെറിയ സ്കാർ ഡിഫക്റ്റ് ആണെങ്കിലും വളരെ കുറച്ച് സിംറ്റംസേ ഉള്ളൂ എന്നുണ്ടെങ്കിലും അത് മരുന്നുകളിലൂടെ ചികിത്സിച്ച് മാറ്റാൻ പറ്റുന്നതാണ്. എന്നാൽ വലുപ്പം കൂടിയ സ്കാർ ഡിഫക്റ്റ് ആണെങ്കിലും അതുപോലെ തന്നെ ബുദ്ധിമുട്ടുകൾ ഏറെ നാൾ നീണ്ടു നിൽക്കുകയാണെങ്കിലും വീണ്ടും ഒരു സർജറിയിലൂടെ ഒന്നുകൂടെ തുന്നലിടേണ്ടത് ആവശ്യമായി വരാറുണ്ട്. ഇത്തരത്തിൽ സിസേറിയൻ സെക്ഷൻ കഴിഞ്ഞതിന് ശേഷം മാത്രം പീരീഡ് പെയിൻ സ്റ്റാർട്ട് ചെയ്തവരുടെ അറിവിലേക്കായി ഈ വീഡിയോ ഷെയർ ചെയ്യുന്നുള്ളൂ. താങ്ക് യു.